പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ഈ പൈതൽ ജോഷുവ പ്രദീപ് മാത്യു എന്ന് ഞങ്ങൾ നാമകരണം ചെയ്യുന്നു. ദൈവഭൂമിയിൽ ഈ പൈതലെ വളർത്തേണ്ടതിന് അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു പൈതലായി വളർത്തേണ്ടതിന് മുഖ്യോപദേശത്തിൽ അനുസരണയിൽ വളർത്തേണ്ടതിന് ഈ പൈതലെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Your name is great, there are 1,000 reasons for forevermore. Bless the Lord, oh my soul, worship His holy name. Sing like never before. ദൈവങ്ങളെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ അവന്റെ കൃപകൾ ഈ പൈതലിനെ അയക്കേണ്ടതിനായി നമുക്ക് കർത്താവിന് മുഖത്തേക്ക് നോക്കാം. പ്രിയ ഷാബി, പ്രിയ ബെൻസിനെ ദൈവം സഹായിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ദൈവം അവർക്ക് തലമുറകളെ കൊടുത്ത് അവരെ മാനിച്ചു. അവരുടെ ആവശ്യമുള്ളത് കർത്താവ് ഇവരെ കുറിച്ചുള്ള എല്ലാ ദൈവ പദ്ധതിയും വരും ദിവസം വെളിപ്പെട്ട് വരുമ്പോൾ അനേകരെ ആമെ ദൈവസഭയിൽ നിലനിർത്തുന്നവരായി മാറുവാൻ, മാതൃകയുള്ളവരായി തീരുവാൻ കർത്താവിന്റെ സ്വന്തം ഇവൻ ആമെ ദൈവ കൃപയിൽ നിൽക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആമെ ഞങ്ങൾ ഒരുമിച്ച് പകലിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പൈതലിനെ ദൈവനാമ മഹത്വത്തിനായി പ്രതിഷ്ഠിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവീയം മഹത്വത്തിനായി വളർത്തേണ്ടത് ഈ പൈതലിനെ മാതാപിതാക്കളുടെ കരങ്ങളിൽ അവനെ ഏൽപ്പിക്കുന്നതിനുമായി ഈ പൈതലിന് ഡാനിയൽ ബെൻസ് എന്ന പേര് കിട്ടിയിരിക്കുന്നു. അവൻ തുടർന്നുള്ള അനുഭവങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ പദ്യോപദേശത്തിൽ അനുസരണയിൽ കൊടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി നിങ്ങളുടെ കരങ്ങളിലേക്ക് Bless the Lord, oh my soul, I worship your holy name. Bless the Lord, oh my soul, sing like never before. Oh my soul, I worship your holy name. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്താൽ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവായ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി യോജിപ്പിച്ചു. അന്ന് മുതൽ അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം എത്രയോ നന്മകൾ ചെയ്തു. അവരൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്ത സകല വിഷയത്തിന്റെ പേരും സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിച്ചു. അതിന് നാന്ദിയായിട്ടാണ് നാം എല്ലാവരും ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. തുടർന്നുള്ള നാളുകളിലും സർവശക്തനായ ദൈവം തന്റെ അദൃശ്യമാർന്ന കരകൊണ്ട് കുടുംബങ്ങളെ അനുഗ്രഹിപ്പാൻ നമുക്ക് സഭയായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത ദൈവത്തെ സ്തുതിച്ചു. മഹാദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സകല അനുഗ്രഹങ്ങൾക്കും നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും അളവുകൂടാതെ ഞങ്ങളുടെ മേൽ പകർന്ന് അവിടുന്ന് ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തൊട്ടറിയുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. പൂർവ്വപിതാക്കന്മാരെ മരുഭൂമി യാത്രയിൽ ജയോത്സവമായി വഴി നടത്തിയ അൻപുള്ള കർത്താവേ, ഞങ്ങളുടെ മരുഭൂ പ്രയാണത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയ നന്മകൾ അവിടുന്ന് തന്ന് ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഞങ്ങൾക്ക് ഉഷ്ണം തട്ടി ഞങ്ങൾ വാടിപ്പോകുവാനിടയാകാതെ രാത്രിയിലും പകലും ഞങ്ങൾക്ക് കാവലായിരുന്നു ഞങ്ങളെ സൂക്ഷിച്ച് ശരീരസുഖം തന്ന് മനസമാധാനം തന്ന് ജീവിക്കുന്നുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒരുക്കി തന്ന് സർവവല്ലഭനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടുവന്ന അവിടുത്തെ വിശ്വസ്തതകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ,
വിശേഷാൽ അങ്ങയുടെ സന്നിധിയിൽ പൈതങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വാത്സല്യമകനായി പ്രാർത്ഥിക്കുന്നു, നിന്റെ ദാസിക്കായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത പൈതലിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് നിന്റെ ദാസനായ യോശുവ പറഞ്ഞതുപോലെ ദൈവത്തെ സേവിച്ചുകൊണ്ട് അവരുടെ ആയുസ് പൂർത്തീകരിപ്പാൻ കൃപ ചെയ്യണമേ. വേണ്ടുന്ന ശരീര സുഖം കൊടുക്കണമേ, ആത്മീയ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ, ഭൗതിക നന്മകളാൽ നിറയ്ക്കണമേ. മധ്യോപദേശത്തിലും ബാലശിക്ഷയിലും പൈതലിനെ വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള ദൈവകൃപ ഈ കുടുംബത്തിന് മേൽ പകരേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അൻപുള്ള പിതാവേ, ഈ മകനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത പൈതലിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും കർത്താവ് അവരോട് കൂടെ ഇരിക്കണമേ. അവർക്ക് നന്മ ചെയ്യണമേ. അവർക്ക് ആവശ്യമുള്ള ശരീര സുഖത്തെ കൊടുക്കണമേ, ആത്മീക അനുഗ്രഹങ്ങളെ കൊടുക്കണമേ, ദർശനങ്ങൾ കൊടുക്കണമേ, വേറെ വെളിപ്പാടുകളെ കൊടുക്കണമേ. നിന്റെ ആത്മാവിന് നിറവേറിയ അനുഭവങ്ങളിൽ പൈതലിനെ കർത്താവിന്റെ കൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അൻപുള്ള കർത്താവേ, ഈ മകനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത പൈതലിനെ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അദൃശ്യമാർന്ന കരം ഇവരുടെ മേൽ വെച്ചവരെ അനുഗ്രഹിച്ചാൽ ഇവർക്ക് ആവശ്യമുള്ള സകല നന്മകളും അവിടുന്ന് നൽകണമേ. നിന്റെ വചനത്തിൽ എഴുതിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിവർത്തിച്ചു കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളോ കഷ്ടങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും അവരുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുവാനിടയാകാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ ദൈവകൃപയോടെ കർത്താവിനെ സേവിച്ചു നിൽക്കുവാൻ ദൈവമേ അവിടുത്തെ കൃപ പകരുകയും ബാലശിക്ഷയിലും മധ്യോപദേശത്തിലും അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ആവശ്യമായ വിവേകത്തെയും പരിജ്ഞാനത്തെയും കൊടുത്ത് സഹായിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ദാസി ശരീരത്തിൽ ബലഹീനമായിരുന്നപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാൻ പാടില്ലാതെ വേദനപ്പെട്ട നാളുകളിൽ നിന്റെ മക്കൾ കർത്താവെ സഭയായി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ കൊടുത്ത് സഹായിച്ച് അനുഗ്രഹിച്ച് കർത്താവെ നിന്റെ ദാനത്തെ കണ്ട് സന്തോഷിക്കുവാൻ അവിടുന്ന് കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി അനേകർക്ക് വെളിച്ചമായി ആശ്വാസമായി അനുഗ്രഹമായി നൽകേണ്ടതിന് സകല നന്മകളും സകല അനുഗ്രഹങ്ങളും കർത്താവെ സകല കൃപാവരങ്ങളും ഈ കുടുംബത്തിന് പകർന്ന് സഹായിക്കണമേ. പൈതലിനെ ബാലശിക്ഷയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവ ജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സഭയായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതിനാൽ സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ ഈ സന്തോഷ മുഹൂർത്തത്തിൽ വന്ന് സംബന്ധിക്കുവാൻ മാതാപിതാക്കൾക്ക് കൊടുത്ത ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. അവരുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയുമ്പോൾ ഞങ്ങളും സന്തോഷിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ എത്തുള്ളൂ. കർത്താവേ, ദോഷികളായിരുന്ന ഞങ്ങളോട് പിതാവേ അവിടുന്ന് കാണിച്ച കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് ഈ കുടുംബങ്ങൾ അനുഗ്രഹം